ഹലോ, ഹായ് ഗൈസ്. എനിക്കിന്ന് ഓഫ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഓഫായിട്ട് രാവിലെ ഉറക്കണീറ്റ് വന്നിങ്ങനെ മുറ്റത്ത് കുറേ നേരം നോക്കി നിന്നു. 10 മണിയോളമായി. ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് നടന്നു. ഇപ്പോഴേ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് വെക്കണമല്ലോ, എന്നാലേ വൈകിട്ടത്തേക്ക് സെറ്റ് ആവുള്ളൂ. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈൽ ഓഫ് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, അല്പം സോഡാപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മുടെ ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി കുഴച്ചതിന് ശേഷം കലക്കി വെച്ചു. പിന്നെ ഞാനൊന്ന് മുറ്റത്തിറങ്ങി നോക്കി. അപ്പോൾ എനിക്ക് ഈ ഒരു മൺചട്ടിയും, ഒരു കുഞ്ഞു മൺചട്ടിയാണ് കേട്ടോ, അതിൻ്റെ ഒരു ഗ്ലാസ് ട്രേയും കിട്ടി. പെട്ടെന്നൊരു ഐഡിയ തോന്നി, എന്തായാലും ഇന്നൊരു ഓഫ് ഡേ അല്ലേ, എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന്. അപ്പോൾ എൻ്റെ റൂമിൽ പൊതുവെ ചെടികൾ വെക്കാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ അതിലൊരു ചെടി കണ്ടുപിടിച്ച് വെക്കാമെന്ന് കരുതി. ചെടിയൊക്കെ കിട്ടാൻ വളരെ പാടുപെട്ടു കേട്ടോ. ഇതിവിടുത്തെ ഒരു കാട്ടുചെടി, എന്താ എൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് കൊണ്ടുവന്നത് ഇതാക്കി ഇനി ഗ്ലാസ് ട്രേ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നല്ല പായലുണ്ട് ഗ്ലാസ് ട്രേയിൽ. അങ്ങനെ അത് കഴുകി കിടിലനാക്കി ചെടിയും സെറ്റാക്കി. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ചെടി റൂമിലേക്ക് കൊണ്ടുവെക്കാം. ചെടിക്ക് അക്കോമഡേഷൻ കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ചെടിയെ കൊണ്ടുവന്നു എൻ്റെ വിൻഡോ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റും മഴയും വെയിലും ഒക്കെ കിട്ടുപിടിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മളെപ്പോഴും ഗ്രീനറി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ വൈകിട്ട് വന്നു, ഒരു 4 മണിയായപ്പോഴത്തേക്കും ബാറ്ററൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. റോബസ്റ്റ് കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു മലയാളി ചിലപ്പോൾ ഞാനായിരിക്കാം. ഏത്തയ്ക്ക ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ റോബസ്റ്റ പഴം എടുത്തത്. നല്ല പച്ചപ്പഴമാണ്. പച്ചപ്പഴം നോക്കിയെടുത്തതാണ് കേട്ടോ. റോബസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പഴംപൊരി സെറ്റാക്കി. ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു പോയി, എന്നാലും വേണ്ടിയില്ല, ഒരാഗ്രഹത്തിന് ഉണ്ടാക്കിയതല്ലേ. പഴംപൊരിയൊക്കെ നമുക്ക് സെറ്റാണ്. അങ്ങനെ കൊമ്പും തുമ്പിക്കയൊക്കെ ഉള്ള പഴംപൊരിയാണ് കേട്ടോ. ആരും കണ്ടിട്ട് ചിരിക്കരുത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടോടെ മുറ്റത്ത് കസേരയൊക്കെ ഇട്ടിരുന്ന് കട്ടൻ ചായയായിട്ട് കുടിച്ചു.